നോക്കി കിടക്കട്ടോ. നടക്കുന്നത് നീ പേടിക്കാതെ നിന്റെ കൂടെ പേടിക്കാതെ വരുവേ. എന്താ വെച്ചാൽ പുള്ളി അയാളതാ അവിടെ, അതാ ലൈറ്റ് കണ്ട്. ആ ശരിയാണ്. ഞാൻ പുള്ളിനെ കുറിച്ച് ഓർത്ത് പേടിച്ചു. എന്താ ആ വാ, ഞാൻ ലൈറ്റ് ഓഫ് ആക്കി. അത് കണ്ണു കുത്തുന്നു. ഇതാ ഇതൊക്കെ ക്യാമറയിൽ കിട്ടണ്ടേ? ആ നമ്മളെ മുഖം കിട്ടാനാ. അപ്പോൾ അതല്ലേ ഈ ലോങ് ലൈറ്റ് മതി. നമസ്കാരം പറയണ. ക്യാമറ ഓണാണോ? നമസ്കാരം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങള് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. പറയണ ഞങ്ങള് അതിന്റെ ഒരു ഫ്ലോ കൊടും വനത്തിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. ഭയങ്കര വനത്തിലൂടെ ഒരു മലയുടെ മേളിൽ ചുറ്റും നോക്കാം. എന്തിന്? അല്ല പിന്നെ വഴി തെറ്റി പോയിരിക്കും, വേറൊന്നുമല്ല. വഴി അല്ല, നീ എന്നെ ടച്ച് ചെയ്ത് നടന്നാൽ മതി. അങ്ങോട്ട് മുന്നോട്ട് എനിക്ക് കണ്ണാണൂല. ഈ ലൈറ്റ് പേടിച്ചിട്ടല്ല, ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് മുന്നോട്ട് കണ്ണാണൂല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഒരാൾ പോയിട്ടുണ്ട്. നമ്മുടെ എന്ത് വഴി നോക്കിയാ വഴി മുന്നോട്ടല്ലേ? മുന്നോട്ട് ബാക്കോട്ട് ഇടയ്ക്ക് നോക്കണം. വഴി കറക്റ്റ് തന്നെ അല്ലേ? രണ്ട് വഴി അങ്ങോട്ട് തിരിഞ്ഞു പോകണൊക്കെ ഉണ്ട്. നിനക്ക് ഇവിടെ കുഴിയുണ്ട്, നോക്കി പോ. പുള്ളി മുന്നിൽ പോയത് കൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് സമാധാനമായിട്ട് പേടിക്കാതെ പോകാം. ഇതറിയോ, പുള്ളി അവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ കാടാനേ വഴി എത്താതെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ. എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. വഴി വേറെ തിരിഞ്ഞു പോകുന്ന വഴിയൊന്നും ഉണ്ടാവില്ല. നോക്കിപ്പോട്ടോ, നീ ഒറ്റയടിക്ക് മുന്നിൽ ഇങ്ങനെ പോകല്ലേ. നീ ഒന്ന് ഷോട്ടുണ്ടല്ലോ, ഭയങ്കര സൗണ്ടില്ലേ വീടിൻ്റെ. ഇത് ഞങ്ങൾ പോകുന്നത് കൊടുംജാതി കാടാണ്. കൊടുങ്കാട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഭയങ്കര കാടാണ് കേട്ടോ. കാണിക്കാൻ എന്താണെന്നുണ്ടെങ്കിൽ പൊന്നെ ഇതുണ്ടോ, ഇതുണ്ടോ, നല്ല കാടാണ്, ഭയങ്കര കാടാണ്. പിന്നെ ഇവിടെ രണ്ട് കടുവേനെ ഇവിടുന്ന് രണ്ടല്ല 4 ഉണ്ടായിരുന്നു. രണ്ടെണ്ണത്തിനെ പിടിച്ചോണ്ടി, രണ്ടെണ്ണത്തിനെ പിടിക്കാൻ കിട്ടിയില്ല. എവിടുന്ന്? ഈ ഭാഗത്തുനിന്ന്. എനിക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ. പേടിയില്ല, എനിക്കൊരു പേടിയില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇനിയിപ്പോൾ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എന്നെ കൊല്ലണ്ടെങ്കിൽ ആരും കമന്റ് ബോക്സ് നടക്കണ്ട. നോക്കി കിടക്ക്. ഓ, എൻ്റെ തല പൊട്ടി. തലക്ക് ഉണ്ടോ? സോറി. നോക്കിയടാ ഒരു മരം. നോക്കിയാ മരം നോക്കിക്കാതെ പാടാ. അവിടെ ഇവിടെ നോക്കി പകലല്ല, രാത്രിയായിരുന്നു. ശരിക്കും പറഞ്ഞാലേ എത്ര പന്തികേടായിട്ട് അല്ല സുഖമായിട്ട് തോന്നുന്നില്ല ഈ ഏരിയ. സുഖമായിട്ട് നമുക്ക് അഡ്വഞ്ചർ ചെയ്യാൻ പറ്റൂല. അഡ്വഞ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. ശരി, നോക്കിയിറങ്ങട്ടോ, അവിടെ ഒരു കുഴിയുണ്ടേ. എടാ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പിള്ളേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത. ആളുകളുണ്ടാവും മേളില്, പിന്നെ നമ്മൾ മാത്രമൊന്നും ആവില്ല. നമ്മളിങ്ങനെ കഷ്ടമായിട്ട് പോവാം. അതെന്നാ കുറച്ച് മേടിച്ചടിക്കാൻ അറിയുന്നത്. അതല്ല പറഞ്ഞത്, ആൾക്കാർ ചിലപ്പോൾ വീട്ടിലിരിക്കും. എൻ്റെ മോനെ ഇത്ര കാടാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഓ നോക്കടാക്കോ, കണ്ണ്. നീ ഒരു കമ്പൊക്കെ എടുത്ത് കൈ കൊണ്ട് നീ പോകുമ്പോൾ കൈ കൊണ്ടൊന്ന് ഇതാക്കി വിട്. കണ്ണിലടിച്ചേ. ഒരു കയ്യിലെ ടോർച്ച്, ഒരു കയ്യിൽ ആന പോണ മാതിരി കുത്തി തിരികെ പോണ്. ഞങ്ങൾ പോണത് വമ്പം കാട്ടുകൂടെ. എടാ പുറകിലുണ്ടല്ലോ, തൊട്ട് പുറകിലുണ്ട്. ഭയങ്കര കാട്ടുകൂടിയാണ് പോണത്. വഴിയുടെ എനിക്ക് മേളിലോട്ട് നോക്കുമ്പോൾ പിന്നെ വഴി കാണുന്നില്ല. വഴി ഇങ്ങനെ എനിക്കും കാണൂല. കാരണം എന്താ പറയുക, കണ്ണിലേക്ക് തോർത്തിരിക്കുന്നു. നോക്കി വേട്ടാ, ഇത് മുള്ളുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ മോനെ നോക്കിയാ കാട്. നോക്ക്, കാട് വഴി ഉണ്ടാക്കി പോണതില്ലേ. വഴിയുണ്ട്. ഇതിലെ ആളുകൾ പോണതാടാ പകലൊക്കെ. ടൂറിസ്റ്റുകളെ അഡ്വഞ്ചറായിട്ട് കയറുന്ന ആൾക്കാരുണ്ടല്ലോ. പോലെ പകല് തന്നെ പേടിയാണ്, ഇതിൽ പേടിച്ചിട്ടാണ് പോകുന്നത്. രാത്രിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാ എൻ്റെ മോനെ. പേര് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ പുലി കരയണ്? പുലി. എന്ത് സൗണ്ട് കേട്ടു? പുലീൻ്റെ വെറുതെ സൗണ്ട് കേട്ടു. അതാ എടാ ഞാൻ കേട്ടാ. ആടാ നീ മറ്റേ ഫ്ലെയിം എടുക്ക്. ഏത് ഫ്ലെയിം? മറ്റേ ഗ്യാസ്. വേണ്ട വേണ്ട, മറ്റേ സാധനം എടുക്കാം. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നേരത്തെ എടുത്ത് പുറത്ത് വെക്കാൻ. വേണ്ടല്ലേട്ടാ, എടുക്കട വേഗം. വേഗം എടുക്ക്. നീ എന്തൊക്കെ കാണിക്കുന്നു? നാട് എടുക്ക്. കട്ടാക്കട്ടെ, അത് കട്ടാക്കട്ടെ. കട്ടാക്കണം. നീ എടുത്ത് അത് കട്ടാക്കട്ടെ. സാധനം വന്നു കഴിഞ്ഞിട്ട് അത് പെട്ടോട്ടെ.
എന്താ എന്തോടോ എന്തേ എന്തേ അവിടെ എന്തോ ഒച്ച കേട്ടോ. എവിടെ? ഞങ്ങള് പൊച്ച കേട്ടിട്ട് അവിടെ നിൽക്കണത്. നിങ്ങൾ കേട്ടിട്ടേ? ആ ഞങ്ങൾ അവിടെ കേട്ട്. ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് ഓടി. എവിടെ നിന്നാണ് ഇവിടെ അങ്ങോട്ട് പോ. ക്യാമറ ഓണാണ് അവിടെ? ആ ക്യാമറ ഓണാ. എന്റെ മോനെ, അപ്പൊ നീ കേട്ടില്ലേ? ഞങ്ങൾ കേട്ടിട്ട് സൈലന്റ് ആയിട്ട് താഴെ നിന്നാടാ. നിങ്ങൾ ഇങ്ങെത്തിയല്ലേ? ആ എവിടുന്ന് കേട്ടു? ഞാനതല്ല, ഞാൻ ഇവനോട് പറഞ്ഞു തീർന്നേ ഉള്ളൂ. സൗണ്ട് ഉണ്ടെന്ന്. ഞാൻ ഒറ്റക്കാണല്ലോ പോകുന്നത്. എന്റെ മോനെ, ഞാനത് പറഞ്ഞു തീർന്നേ ഉള്ളൂ. സൗണ്ട് ഉണ്ടാക്കുന്നതല്ല. സൗണ്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് വരിക. സൗണ്ട് ഉണ്ടാക്കുക ചെയ്യണ്ടേ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ സാധനം എടുക്കാൻ ഗ്യാസിന്റെ. അതൊക്കെ ഉണ്ട് എന്റെ അടുത്ത്. അത് എടുക്കാനുള്ള സമയം വേണ്ടേ? ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. ഞാൻ അവിടെ ക്യാമറ ആംഗിൾ വെച്ചിട്ട്, നിങ്ങൾ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുക. ക്യാമറ ആംഗിൾ വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നടന്നു പോവാ. അപ്പൊ വന്നത്. അപ്പൊ ഞാന് നീ ക്യാമറ കട്ടാക്കടാ. ക്യാമറ കട്ടാക്കി നമുക്കൊന്ന് പോയി നോക്കാം. ക്യാമറ അത് കട്ടല്ലേ? അതാ എന്റെ ക്യാമറ കാണിച്ചു കൊടുക്കടാ. ക്യാമറ ഓണാക്കടാ. ക്യാമറ ഓണാണ്. നടക്ക്, നോക്കി നടക്ക്. വടി വടിയൊന്നും വേണ്ട. വടി ഇങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഒച്ചുണ്ടാക്കിട്ട് നോക്കി നോക്കിപ്പോ. മുന്നിൽ അങ്ങനെ ചാടി വെപ്രാളപ്പെട്ട് പോകല്ലേ. പറയണ കേക്ക്. സൗണ്ട് ഉണ്ടാക്കണ്ട. നിങ്ങൾ ക്യാമറ അവിടെ ഓണാക്കി വെച്ചിരിക്കുക. അവിടെ വെച്ചിട്ടുള്ള അവിടെ ഓടിയോ തിരിച്ചിട്ട്. എവിടുന്ന കേട്ടത്? അതാണ് ഈ പ്രശ്നം. എന്താ അറിയോ? ഒറ്റക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് സതീശ. 2-3 ആൾ ഒറ്റക്ക് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും സാധനം ഉണ്ടാവും. നിങ്ങൾ ആരും പറയണ പോലെയല്ല. അങ്ങോട്ട് ആ ക്യാമറ എടുക്ക്, ക്യാമറ എടുക്ക്, ക്യാമറ എടുക്ക്. ഇനി ചിലപ്പോ നിന്റെ ക്യാമറയിൽ അത് കുടുങ്ങിയിട്ടുണ്ടെങ്കിലോ? ക്യാമറയിൽ ഉണ്ടാവോ? ഞാൻ ഇങ്ങോട്ടേക്കല്ലേ പോസ്റ്റ് ചെയ്തേ. ബാക്കിൽ നിന്നല്ലേ സൗണ്ട് വന്ന്. ഒന്ന് അടിക്ക്, ഒന്ന് ലൈറ്റ് അടിക്കണം അങ്ങോട്ട്. ഈ സ്ഥലത്തുനിന്ന് സൗണ്ട് വന്നു. അവിടെ സൗണ്ട് കേട്ട് അവിടെ തന്നെ അറിയില്ലല്ലോ. ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ സംഭവം. ഇവിടെ തന്നെ ഒന്നും ഉണ്ടാവില്ല. അത് വേറെ ഇവരോട് പറയട്ടെ. ഞാനിവിടെ ക്യാമറ ആംഗിൾ വെച്ചിട്ട് നടന്നു വരുമായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതുണ്ട്. അത് ഇനി എടുക്കുക എങ്ങനെടാ? പോലത്തെ സൗണ്ട് കേട്ട് അപ്പൊ ഞാൻ തിരിഞ്ഞോടിയപ്പോഴത്തേക്ക് ആ വളവില് ഇവരെത്തിയിട്ടുണ്ടായിരുന്നു. അടിപൊളി. ഇവർ ആ സൗണ്ട് കേട്ടിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഞാന് പിന്നെ അവിടെ എത്തിയത്. ഭാഗ്യത്തിന് ഒന്നും ആയില്ല. നീ വാ, നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. ആ റൂട്ട് പോകണ്ട. ആ സൈഡിൽ ആ റൂട്ട് പോകണ്ട സതീശ. ക്യാമറ കട്ടാക്കരുത് കേട്ടോ. ഇല്ലല്ല, ക്യാമറ കട്ടാക്കണ്ട. എന്തെങ്കിലും കുടുങ്ങിയാൽ ചിലപ്പോൾ കിട്ടും. ഓക്കെ, ആ സൈഡിൽ ഓക്കെ. എടാ ബാഗില് മറ്റേതുണ്ട് നോക്കണം. എന്ത് കത്തിയില്ല? വലിയ കത്തി ഉണ്ടേ. അതുണ്ടെങ്കിൽ അതിന് പുറത്ത് നിക്ക. അത് ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ. ഈ കാട്ടുന്ന്. എടാ നമുക്കേ ഈ കാട് അങ്ങോട്ട് വിടാടാ. ഈ കാട്ടിന്ന് അങ്ങോട്ട് പോവാ. പോകാന്നുണ്ടെങ്കിൽ നീ അത് ഈ പരിപാടി ഞാൻ അപ്പോഴേ പറഞ്ഞു. വാ വാ. സാധനം കയ്യിൽ വെക്കാതെ റിസ്ക് ഉള്ള ഉണ്ട്. എടാ അത് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തില് അവിടെ നിന്നിട്ട് സാധനം എടുക്കാൻ പറ്റില്ല. തിരിഞ്ഞ് ഓടല്ലാണ്ട് ആ വളവല്ലേ, ആ വളവിന്റെ അപ്പുറത്ത് ആ പുലി വന്ന് നിൽക്കുന്നെങ്കിലോ. നമുക്ക് ഞാൻ അങ്ങോട്ട് അങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല. അത് വേറെ കാര്യം. പുലി തന്നെ സൗണ്ട് കേട്ടില്ലടാ സതീശ. ആ വിട്ടുവിട്ടിട്ടുള്ള സൗണ്ടില്ല. അങ്ങനെ ഒരു സൗണ്ട് ഞാൻ കേട്ടു. പക്ഷെ അത് പറയാൻ പറ്റില്ല. എന്നാലും പുലി ആയിരിക്കില്ല. പുലി തന്നെ സൗണ്ട്. ആ സൗണ്ട് കേട്ടില്ല സതീശ. ഇതേപോലെ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇല്ലല്ലേ? ഇത്രയും ഞാൻ പഠിച്ചിട്ടില്ല. അതെ, ഞാൻ എന്റെ മുഖം നോക്കിയട്ടെ. അതന്നെ വേർത്ത് അതല്ല സംഭവം എന്തറിയോ? പേടിക്കാൻ ഞാൻ ഈ സൗണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ടുള്ളൂ. പുലിന്റെ വീഡിയോയില്. ഇത് കട്ടാക്കട്ടെ. ഇനി നമുക്ക് അങ്ങോട്ട് അങ്ങനെ പോവാം. പക്ഷെ എന്താ അറിയോ, മറ്റേ സാധനം എടുത്ത് കയ്യിൽ വെക്കണം. പിന്നെ ക്യാമറ എപ്പോഴും തരത്തിൽ വെക്കണം. തൽക്കാലം ഇപ്പൊ കട്ടാക്കിയോ. കട്ടാക്കിട്ടൊന്നും ഇവിടെ ഇരിക്കണം. 2 മിനിറ്റ്. എന്റെ മോനെ, ശരിക്കും പറഞ്ഞ ജീവൻ പോയിന്റെ. എന്റെ സകലം മൂടും പോയി. ഇതുവരെ ഇങ്ങനെ പഠിച്ചിട്ടില്ല. എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നമ്മൾ നല്ലൊരു കാഴ്ച ഉണ്ട് അല്ലേ? എന്താ നോക്കണേ. സൂക്ഷിക്കണേ. ഇവിടുന്ന് മൊത്തം വയനാട് കാണാൻ പറ്റും അല്ലേ? മൊത്തം ഒന്നും കാണാൻ പറ്റില്ലല്ലോ. കാണുന്നത് ഇത് മൊത്തം കാണാൻ ലൈറ്റില് ബത്തേരി ബത്തേരി ഒക്കെ കാണാം. ബത്തേരി, അമ്പലവയലും, മീനങ്ങാടി എല്ലാം കാണും. ഓ
നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ആക്കിടാ ആ ഇവിടെ അല്ലേ? എന്നാ വാ. സെറ്റ് ചെയ്യണോ? ആ ഇതൊന്നും മറന്നുപോയ സംഭവം. സെറ്റ് ചെയ്യാണ്ട് അതിന് തീയിട്ട് കിടക്കാം. അല്ല മോനെ വന്ന വഴിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? തിരിച്ചൊന്നും പോകാൻ പറ്റില്ല. ഞാൻ പോകില്ല. ഞാൻ നിങ്ങളെ കൂട്ടത് ഞാൻ നിന്നെന്തായാലും നീ എന്തായാലും വിടും, ഇവരെന്തായാലും ഒന്നും വിടാനും പറ്റില്ല. പുലിമടയിൽ എത്തിയാല് നിങ്ങളെ രണ്ടാളേക്ക് ഒറ്റക്കെട്ടിലേക്ക് പോകാൻ പറ്റില്ല. പുലിമടയിൽ എത്തിയാലും അവിടുന്ന് തിരിഞ്ഞോടാൻ പാടില്ല. വേ ടണ്ടി കയറിയിട്ട് അവിടെ സ്കൂട്ടർ അവിടെ ഇരിക്കുക, തീയിടുക. അതന്നെ നമ്മൾ പോയി മൂന്നാളും പോയി വിറക് വെറുക്കുക. കലാസ് വാ. ഒറ്റയടിക്ക് എനിക്ക് രണ്ടാളെത്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കട്ടെ അവനെ. അടി. ഇവൻ പോവില്ലട്ടാ. ഞാനങ്ങനെ ഇവരങ്ങനെ വഴിയിലിട്ടിട്ട് പോവാം. ഞാനങ്ങനെ പോകില്ല. നിങ്ങൾ എന്തായാലും പോകില്ല, നിങ്ങൾ പുലി പിടിക്കൂലേ? അതുകൊണ്ടല്ല, എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകുന്നതിൽ ഞാൻ എന്ത് ഉത്തരവാദിത്തമുള്ളത്? ഇവിടെ നല്ല സ്ക്വയർ ആയിട്ട് നല്ലൊരു ഇവിടെ ഒക്കെ അല്ലേ സിമെന്റ് ഇട്ടു, നല്ല അടിപൊളി. വേറെ എല്ലായിടത്തും ഭയങ്കര ഉണ്ടും പോലെയാണ്. ഞങ്ങളിവിടെ സെറ്റ് ആക്കട്ടോ. എൻ്റെ മോനെ ടെൻ്റ് വെക്കട്ടെ. പിടിച്ചോ. കേട്ടോ ഇവിടെ പോടാ. കുറച്ച് ബാക്കോട്ട് കൂടി. ഓക്കെ അല്ലേ? അത്ര വേണ്ട, അങ്ങനെ മതി. ബാഗ് എടുത്ത് ഉള്ളിൽ വെക്കണം കേട്ടോ, ടെൻറ്റ് മാറാതെ. ആ ഹാ ആ അല്ല, ഒരു സ്ഥലത്ത് പോയി കയറി അങ്ങോട്ട് താഴേക്ക് പോയതേ. ഇവിടെ വെന്റിലേഷനൊന്നും കാറ്റിനൊരു വിഷയമല്ല. അതാണ് അതാണ് പുള്ളി ടെൻറ്റ്. പിടിയടാ, ചെല്ലടാ സതീശ, എടാ ചെല്ലടാ, ഓ പിടിക്കടാ. എൻ്റെ മോനെ, പതുക്കെ പതുക്കെ പതുക്കെ. എടോ ടെന്റ് ഇപ്പൊ ബത്തേരി പോയനെ. ഒരു കാര്യം ചെയ്യ്, ബാഗ് എടുത്ത് വെക്ക്. ബാഗ് ഞാൻ എടുക്കായിരുന്നു. നോക്കണം കേട്ടോ, പോയ താഴെ എത്തും കിട്ടൂലേ. ഇതൊക്കെ ചാടി പിടിക്കരുത് കേട്ടോ, താഴെ ഒക്കെയാണ്. നോക്ക്, അതിന് ബാഗ് എടുത്ത് വെക്ക്. അപ്പത്തേക്ക് ഇപ്പൊ ഇത് പോവും, ഇത് പോകും. ഇത് തുറന്നിടട്ടെ. ഇന്ന് മൊത്തത്തിൽ ന്യൂ ഇയർ ആണല്ലോ, പ്രശ്നമാണല്ലോ. ഇത് തുറന്നിട്ടല്ലോ ഇവിടെ. തുറന്നിട്ട് പറന്നുപോല. അതിലൂടെ കാറ്റിറങ്ങി പോണേ. പറന്നുപോല. പക്ഷെ എന്താ പ്രശ്നം അറിയാം, കീറിപ്പോകാൻ സാധ്യത. പറന്നു പോവില്ല. എന്നപ്പോ ഓന്റെ ടെന്റ് പോയത് കണ്ടില്ല നീ? പറന്നു പോവാം. ലേശം മിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവം പറന്നു കാഴ്ച പോകുന്നു. ലേശം കുറച്ച് കളറിലേശം കത്തിക്കണം. ടെന്റിന്റെ കാലൊക്കെ വളയണ്ടോ? ഇതായില്ലല്ലോ, ആയില്ലല്ലോ. എനിക്കതിലൂടെ കാറ്റേ. കാറ്റ് ബാഗ് രണ്ട് സൈഡിൽ വെക്കി. ഒരു ബാഗ് അങ്ങനെ രണ്ട് സൈഡിൽ വെക്കണ്. അല്ല, അതിൻ്റെ പകുതി മാറ്റി സാധനങ്ങൾ അങ്ങോട്ട് കൂടി മാറ്റി വെയിറ്റ് പോരെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് വരാണ്. കല്ല് ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ലൈറ്റ് വെച്ചപ്പോരെ. ആ ലൈറ്റ് നമുക്ക് കയ്യിലെടുത്താലടാ. വിറകെടുക്കാൻ പോകുമ്പോൾ ഒരു ഇതിന് എന്താ വെച്ചാൽ വല്ല മൃഗങ്ങളും വരാണ് സാധനം ഉണ്ടെങ്കിൽ അവർക്ക് കണ്ണ് പ്രശ്നമാവും. കുഴപ്പമില്ല, നമ്മൾ കല്ല് കൊടുക്കണം. ഇതിനെ വെക്കാനുള്ള വെയിറ്റ് വെക്കാനുള്ള കല്ല് എടുക്കണം. വിറകെടുത്തിട്ട് വരുമ്പോൾ ടെന്റിന്റെ പാട്ടിന് പോവാന്നാ. ഒരു കല്ല് ഇവിടെ ഒരു കല്ലുണ്ടോ? ഈ കല്ല് വെക്കാം. എങ്ങോട്ട്? ഈ കല്ല് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വെയിറ്റ് ഈ സൈഡിലൊക്കെ അല്ലേ? ഈ സൈഡിൽ ബാഗും വെക്കാം. എന്നാ വാ. കത്തിണ്ട്, കത്തിണ്ട്. അതെടുക്ക്. വണ്ടിയിലാ താഴെ, താഴെ വണ്ടിയിൽ. നല്ല ആള്. എന്ത് ഒന്നും പറയുന്നില്ല. തണുപ്പ് തുടങ്ങിയടാ. തണുപ്പായി. അവനോട് പറയും തണുപ്പ് വാർത്തയുണ്ട്. ഞങ്ങൾ പോയിട്ട് വിറകെടുത്തിട്ട് വരാ. വിറക് വേണ്ടേ? എങ്ങൾക്ക് വേണ്ടേ? ആ വാ, ഒരുമിച്ച് വാ. അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോകൂല, ഇവിടെ എവിടെ എടുക്കുള്ളൂ. ഇതാ വേറെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഈ ഭാഗത്തന്നെ നോക്കാം. ആ ആ ദൂരോട്ട് ഞാനും ഇല്ല. ഞാനില്ല, ഞാൻ ദൂരോട്ടേ ഇല്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കത്തിക്കും. അതന്നെ. വാ. ക്ലോസ് ചെയ്യണ്ട, ഇവിടെ ഒന്നും വരൂല. കാറ്റ് പിടിക്കും. തിരിച്ചു വരുമ്പോ ടെന്റ് താഴെ ആയിരിക്കും. തുറന്നിട്ടെ വരട്ടെ. അയാൾക്ക് ഭയങ്കര പേടിയാണ്. ഈ പറയുന്നത് ഇതിലേ ഉള്ളൂ, പേടിയാ ശരിക്ക്. ഞാൻ നേരത്തെ തോന്നി സംഭവം ഉണ്ടല്ലോ. ഇല്ലല്ല, ദൂരെ പോകണമെന്നില്ല. ആ ഇവിടുന്ന് തന്നെ ഉള്ളൂ.
താഴെ ഒരു കുഴിയാടാ, താഴെ ഒരു പുതിയ കുഴിയാണ് സാധിച്ചാ നോക്ക്. എന്തിങ്ങനെ ശരിക്കും പേടിയില്ലേ? എനിക്കാ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓ മുള്ള് നോക്കി പോരാ. ഈ സാധനം കിട്ടുമോ നോക്കടാ. ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ ഇത് കിട്ടും. പക്ഷെ അങ്ങോട്ടേക്ക് ഒക്കെയാ താഴെ ഒരു കുഴിയാണ്. ആകെ നിൽക്കല്ലേ ഇത് അമർത്തിയിട്ട് ഇതൊന്ന് പിടി, ഇത് കിട്ടുമോ നോക്കാം. അങ്ങോട്ടേക്ക് പോവാതിന്നായി. ഇത് പിടി, ഇത് പിടി. തള്ളു. എന്തായാലും കുറച്ചു നേരം കത്തുള്ള വിറകുണ്ട്, നല്ല കട്ടിയാ. കേട്ടോ ഞാൻ ചോട്ടാ കിട്ടില്ല. നോക്കാം. വേണ്ട അവിടെ കേട്ടോ. ഇനി ഇതൊന്ന് പിടി സാധിച്ചാ. ഇത് എന്റെ കൈ എന്റെ ഉള്ളിൽ കുടുങ്ങി. ആ കൈ കൊടുക്കാതെ എന്റെ കൈ മതി. പച്ചയാടാ. പച്ചയാടാ അല്ലല്ല ഒന്ന് 2-3 ദിവസമോ ഇവിടുന്ന് പോണില്ലേ? അല്ല ഇത് കത്തിക്കഴിഞ്ഞ 2-3 ദിവസം മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ. അങ്ങോട്ട് ഒരിക്കലും നീ കുറ്റപ്പെട്ട് അങ്ങോട്ട് കുഴിക്കാൻ പോകാം. പഴയ ആൾക്കാരല്ലേ. നീ ശരി പൊട്ടി അടി പൊട്ടി. ഞാൻ ശരിയാക്കിയില്ലേ പിന്നെ എന്നെ കൊണ്ട് നോക്ക്. നീ എന്താ വിചാരിച്ചേ? നോക്ക് എത്ര തിരിഞ്ഞു നോക്ക്. കുറെ തിരിച്ചിട്ടുണ്ട് ഞാൻ. ലാസ്റ്റത്തെ ഒരു പിടുത്തത്തിന് മാത്രം ഇത് നോക്കടാ. ഇതെന്താ പൂമാല തൂക്കിയതാ? എടാ നീ പിടിച്ച മരം ഉണങ്ങിയതാ. ഇത് നോക്ക്. ഇത് ഉണങ്ങിയതാ. പറഞ്ഞത് ഇത് മൊത്തം നാശക്കല്ലേ. ഇത് നോക്കി, ഇത് നോക്കടാ. ഒരു അതന്നെ അതൊരു മാലന്റെ ഷേപ്പ് ഉണ്ടല്ലേ. ക്യാമറ എടുക്കടാ. ഒന്ന് പിടിക്കടാ. ഇത് കട്ടാകില്ലോ. ഒന്ന് പിടിക്കും. ഇത് കണ്ടില്ലേ? ഹായ് എന്താണിത്? നാച്ചുറൽ പൂമാല. നാച്ചുറൽ കേട്ടോ. പറിക്കല്ലേ പതുക്കെ. പൊടിക്കണ്ട. അത് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ആവശ്യത്തിന് എടുക്കാം. ഇത് കണ്ടോ, ഇത് ഭയങ്കര ഇത് നാച്ചുറൽ. ഇത് കണ്ടോ, പ്രകൃതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അതിന് വെള്ളമൊക്കെ ഉണ്ട്. ആയി വാ, എന്ത് രസല്ലേ പൂമാല ഇട്ട പോലെ അല്ലേ? രാത്രി കണ്ട് രസല്ലേ? ഇത് ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് ഇവിടെ ഒരുക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാറുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ന്യൂ ഇയർ ട്രീ ആക്കാം. അല്ലേ? നീ അത് പൊട്ടിക്ക് വേഗം. ഇതാ ഇത് തുടങ്ങിയതാണ്. ഇതാ അല്ല, ഈ മാല നമുക്ക് എന്ത് ചെയ്യാം? അതവിടെ കിട്ടെ, ലാസ്റ്റ് പറിക്കാം അല്ലേ? ആ മാല നമുക്ക് എടുക്കടാ. പതുക്കെ അല്ലോ പതുക്കടാ. നീ നിക്കണത് ഉണക്ക കമ്പനി. മാല കളയൂല പൊന്നെ, ഞാൻ പൊന്നിന് തരാ. മാല പൊട്ടിക്കരുത്. ഇല്ല, മാല അടുത്തരാം. അവിടുന്ന് വരുന്നുണ്ടല്ലോ. എന്നാലും ഇത് വേറൊരു ശരി ഓന്റെ ഇഷ്ടം പോലെ മാല. പോരാ, എനിക്ക് രാവിലെ വരെ കിടക്കാനുള്ളതാ. മതിയല്ലേ എന്നാ? സൂക്ഷിച്ചായി അപ്പൊ കണ്ണുക്കൊക്കെ ഇടുന്നു പടക്കാൻ. അതങ്ങനെ പൊട്ടിക്കണ്ട, അത്രയും ഇതാക്കണ്ട. ഒന്നായിട്ട് പൊട്ടും. നീ നിക്കണത് പൊട്ടും. ആ ഉണങ്ങിയാണത്. നോക്കിയാ പൊട്ടിയാ താഴെ കുഴി. അയ്യോ നോക്കി ഇത് മുള്ളുണ്ടേ. കണ്ണിലടിക്കാൻ നോക്കണം. ഓരോരുത്തർ പോ. മുള്ള് ശരിക്കുമ്പോഴേ കിട്ടിയ വലിയ ഭാഗ്യടാ. അത് നല്ല ഉണങ്ങിയത് വേണം. കഴിക്കാൻ പറ്റും. ഈ കമ്പുണ്ട്, അങ്ങനെ വലിയ കമ്പുണ്ട്. നോക്കിയോ? ഓ മാല എടുക്ക. മണിക്കൂറാവും. എടാ മാല പിന്നെ പൊട്ടിക്കാം. നീ വിറകെടുത്തിട്ട് വാ. മാല നമുക്ക് രാവിലെ എടുത്താ പോരെ? രാത്രി തന്നെ എടുക്കണം. അത് ഓനത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് നീ ആ വിറകും കൂടി എടുത്തിട്ട് വാ. ഇനിയുള്ള മാല ഞാൻ രാവിലെ എടുത്തോ. നീ അടുത്തുള്ള അതുകൊണ്ടോ വിറകുണ്ടോ? നീ മാല പൊട്ടിച്ചിട്ട് വരും. കഴിഞ്ഞ നോക്കി കേട്ടോ. അതവിടെ കുഴി. നോക്കേ തീ ഇവിടെ കേട്ടോ. ഇവിടെ ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. ഇവിടെ ഇപ്പൊ കുറച്ച് കാറ്റ് കുറവുണ്ട് കേട്ടോ. കാറ്റ് കുറവുണ്ട്. അപ്പോൾ തീരുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇല്ലല്ലോ, ഇവിടെ തന്നെ ചെയ്യാം. ഇല്ലടാ
എവിടെ ഇവിടെ ചെയ്യാം. ഇവിടെ ചെയ്യാം. ഇതെന്താ അപ്പോൾ എന്തായാലും നമുക്ക് ക്രിസ്മസിന് നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ന്യൂ ഇയർ ആയിട്ടെങ്കിലും നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ ശരിക്കും പുലിയുടെയോ എന്തോ ഒരു ശബ്ദം കേട്ടു. ഇവിടെയൊക്കെ പുലിയുള്ള സ്ഥലമാണ്. പിന്നെ വയനാട്ടിലെ സ്ഥിതി എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇത് നമ്മുടെ സതീശൻ കൊണ്ടുവന്ന പൂവുണ്ടോ, എന്ത് രസമൊക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് പോലെ. കിട്ടിയാ ഇങ്ങോട്ടെ ഇങ്ങനെ മേലെ കൂടെ. ഇല്ലില്ല, വില കൊഴിയരുത്, എന്നാലാണ് കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നശിക്കും. നിനക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ഇതാർക്കടെ ഇഷ്ടപ്പെടട്ടെ, നാച്ചുറൽ. ഇത് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. എന്താ രസമല്ലേ. അവിടെ വെക്ക്. ഇത് എനിക്ക് വേണം, ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോയി ഇപ്പം തൽക്കാലം അവിടെ വെക്ക്. സതീശ കഴിഞ്ഞില്ലേ? ഒരുക്കം കഴിഞ്ഞില്ലേ? വിറക് ഓടിക്കാൻ പോയിട്ടേ സംഭവം കിട്ടിയത്. പൂവല്ലേ? തീപ്പെട്ടിയോ? എന്തിനൊക്കെ തീപ്പെട്ടിയും കൊണ്ട് അങ്ങനെ കത്തുക? തീപ്പെട്ടി കൊണ്ട് അങ്ങനെ കത്തില്ല. ഇത് തീപ്പെട്ടി കൊണ്ട് കത്തിക്കാനുള്ള വഴിയുണ്ട്. ഓ, ഒരു തീപ്പെട്ടി മാത്രം മതി. ഒരു പുല്ലുണ്ടെങ്കിലല്ലേ? അതൊക്കെ അത് ഞാൻ അംഗീകരിച്ചു. അതെങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല, ഇത് ഞാനാ പറയുന്നത്. അല്ല, ഞാൻ ഈ വിറക് ഡയറക്റ്റ് തീപ്പെട്ടി കൊണ്ട് കത്തിക്കാൻ പറ്റില്ലല്ലോ സതീശ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്തെങ്കിലും ഒരു വകുപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇതാ മണ്ണെണ്ണയൊന്നും, അതായത് മേളിലല്ല വെക്കണ്ടേ, വിറകിന്റെ അടിയിലാണ് വെക്കണ്ടേ? മണ്ണെണ്ണയൊന്നുമില്ല. കണ്ടോളി കേട്ടോ, മണ്ണെണ്ണയൊന്നുമില്ല. ആരോടെ പ്രേക്ഷകരോടാ? ക്യാമറ വേണം. അതവിടെ ഈ ലൈറ്റ് പറഞ്ഞു ക്യാമറ ഇവിടെ. അതെ, മണ്ണെണ്ണയൊന്നുമില്ല. ഇതെന്ത് സംബന്ധിച്ചാൽ ഈ പുല്ലുണ്ടല്ലോ, ഇത് നല്ല നാളി കത്തും. ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പുല്ല് കത്തി അങ്ങോട്ട് പോവും, വിറകിന് തീ പിടിക്കൂല. അല്ലല്ല, അതിൻ്റെ ഒപ്പം വിറക് കത്തും. കാപ്പി വെക്കും. തണുക്കുണ്ടോ? തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ അടുത്ത് നിന്ന് മാറി കഴിഞ്ഞാൽ തണുപ്പുണ്ട്. കാപ്പി വേണ്ടേ? കാപ്പി വെക്കാം. കാപ്പി കുടിച്ചൊരു സുഖമാണ്. പുള്ളിയുടെ ഫുഡ് ഉണ്ടാക്കണ്ട? കാപ്പി കളിച്ചടാ. ഏകദേശം തെളിച്ചു. പൊടിയുടെ പൊടി എടുത്തിട്ട് മധുരമില്ല കേട്ടോ. മധുരം പൂർണ്ണമായിട്ടും ഞാൻ ഒഴിവാക്കിയേ, കംപ്ലീറ്റ്. ഇനി മധുരത്തിൻ്റെ പരിപാടിയേ ഇല്ല പൊന്നെ. മധുരം ഒഴിവാക്കുന്നതല്ല. ഞാനിപ്പോൾ മധുരട്ട് അങ്ങനെ കുടിക്കാറില്ല, കുറച്ച് കുറവാണ്. ഓ, ഗ്ലാസ് എടുത്തില്ല. വേണ്ട, എന്നാ ഗ്ലാസ്. ഇത് ചൂടുണ്ടോ? ഓ, ഭയങ്കര ചൂടാ. അതിൽ ചൂടുണ്ടോ? അതിൽ പിടിക്കില്ല.
കുടിച്ചോ, നിനക്കല്ല കുടിക്കുന്നു. വേണ്ട എനിക്ക് വേണ്ട, വേണ്ടേ വേണ്ടേ, നീ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ വെച്ചത്. ഞാൻ പറഞ്ഞിട്ട് കാപ്പി കുടിക്കും. അപ്പൊ നിനക്ക് വേണ്ടേ വെച്ചത്? നീ പറഞ്ഞിട്ടാണ് കാപ്പി ഞാൻ കുടിക്കാനാ? അങ്ങനെയല്ല, നിനക്ക് തരാതെ ഞാനിങ്ങനെ കുടിക്കാനാ. നീ കുടിച്ചോ, എന്നിട്ട് ഞാൻ കുടിച്ചോളേ. നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ സതീശ? ആയ് എന്തൊരു സുഖടാ ഇറങ്ങിയപ്പോ. മധുരമില്ലാതെ എത്ര നല്ല മധുരത്തല്ലേ കുടിക്കില്ലേ? മധുരമില്ലാണ്ടൊരു സുഖം വേറെ വൈബായി. ഈ തണുപ്പിൽ ചൂടിലെങ്ങനെ ഇറങ്ങുമ്പോൾ ഉരുകി ഇറങ്ങണ പോലെ. മധുര ഞാനിപ്പോൾ മധുരമില്ലാത്തൊക്കെ കുടിക്കും. മധുരമില്ലാത്ത കുടിക്കും. രാവിലെ നീറ്റ് കഴിഞ്ഞിട്ട് മധുരമുള്ള പോകണം. പിന്നെ എപ്പോഴും മധുരമില്ലാത്ത അത് കഴിഞ്ഞിട്ട് പിന്നീടൊക്കെ നമ്മൾ കുടിക്കുന്നതൊക്കെ മധുരം ഒഴിവാക്കിയിട്ട് കുടിക്കുക. നല്ല തണുപ്പുണ്ടല്ലേ. സമയം 10-11 മണിയായില്ലേ? അങ്ങനെയൊക്കെ വേഗം നമ്മൾ ഒരുക്കങ്ങൾ റെഡിയാക്കണം. പുള്ളി എന്താ ഫുഡ് എന്തുണ്ടാക്കണേ? പുള്ളി എന്ത് ബ്രെഡും ബട്ടർ തന്നെ ഇറക്കണ്ടേ? കാണുന്നില്ല അറിഞ്ഞിട്ട്. ബട്ടർ ബട്ടർ കൊണ്ടുവന്നിട്ടില്ലേ? ബട്ടറൊക്കെ ഫ്രീസറിന് പുറത്തെടുത്ത് ഐസ്ക്രീം പോലെ ഉണ്ടോ? അല്ല ബട്ടർ കൊണ്ടുവന്നിട്ടില്ല, മറന്നു കഴിഞ്ഞ പാവടാ. പാവാണ്, പക്ഷെ എന്ത് ചെയ്യാന്, മറന്നു പോയത്. കേട്ടോ? ഇല്ല, നീ കുടിച്ചിട്ട് ഗ്ലാസ് ഒന്നതാ, എനിക്ക് കുറച്ചുകൂടി വേണോ? അടുത്ത ന്യൂ ഇയർ ആരൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ആയിരിക്കും ആർക്കറിയാം, പഠിച്ചാൽ അറിയുള്ളൂ അല്ലേ? കാപ്പി എത്ര പെട്ടെന്ന് നടക്കുന്നത്. നീ ഇത് കളഞ്ഞത്? കളഞ്ഞല്ല, കുടിച്ചു കഴിഞ്ഞല്ല. പിന്നെ നീ മധുരമില്ലാണ്ട് കുടിക്കില്ലാന്ന് എനിക്ക് അറിഞ്ഞൂടെ സതീശ? എന്നിട്ട് നീ എന്നോട് തള്ളണം എന്തിനാ? ഉണ്ടാക്കി ഒറ്റക്ക് തിന്നാൻ തുടങ്ങിയതാ. അല്ല നീ എന്ത്, നീ തമാശ പറയില്ലേ? നീ 2 ബർഗറടാ, 2 മുട്ടയും ബർഗറും ഒക്കെ അയാൾ തിന്നാൻ തുടങ്ങിയടാ. അല്ല നീ സത്യമായിട്ട് നീ കട്ടൻ കാപ്പി മധുരമില്ലാത്ത കാപ്പിയും കുടിപ്പിച്ചിട്ട് ഇപ്പം എന്നെ ഇറക്കിക്കൊണ്ടാലും നിനക്ക് ഞാൻ കറക്റ്റ് നമ്മൾ 12 മണിയാകുമ്പോൾ കേക്ക് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഞാൻ മുണിങ്ങിക്കോന്ന് പറഞ്ഞ് തരും. നമ്മുടെ തീയൊക്കെ കെട്ടു. ഏകദേശം നമ്മൾ ഈ ഒരു വർഷം ഇവിടെ കഴിയാറായി. ഇനി ബെണ്ണൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ബെണ്ണൊക്കെ എന്തൊക്കെ തേച്ചിട്ട് കഴിക്കും. നമുക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ബെന്ന് തേച്ചിട്ട് കഴിച്ചോ? അവർക്ക് തന്നില്ല. എനിക്ക് വേണ്ട, ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നില്ല. മറ്റേ ഇതിലടാ ഈ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് അത് വേണ്ട, നമുക്ക് വേണ്ട. അപ്പം അതല്ല, ഇപ്പം ഞാനിങ്ങനെ നമ്മൾ പ്രേക്ഷകരോട് പറയായിരുന്നു. ഞാൻ പറയും സമയം പോയി, ഇത് കത്തട്ടെ. പറഞ്ഞാൽ സമയം 12 മണിയായി. 12 മണിയായോ? ആവാനല്ല ആയിട്ടുള്ളൂ. വേഗം സ്പീഡാക്കി. അപ്പോൾ ഈ വർഷം ഇതുപോലെ കഴിഞ്ഞു എന്ന് പറയാം. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വർഷം കഴിയാനായി. അപ്പോൾ അടുത്ത പുതുവർഷം നമ്മൾ വളരെയധികം ഊർജ്ജസ്വലരായിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്ത് നല്ല ഉന്മേഷത്തോടു കൂടിയിട്ട് മുന്നേറാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ തുടങ്ങും. ഇവിടെ കേക്ക് മുറിച്ച് ഇവിടെ ബാക്കി ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് വേഗം എടുത്ത് റെഡിയാക്കി മുന്നിൽ വെച്ച് നമ്മൾ കഴിക്കും. ബാക്കി ഫുഡൊന്നും ഇല്ല, കേക്കേ ഉള്ളൂ. അത്രേ ഉള്ളൂ? കുറേ സാധനമൊന്നുമില്ല. ഇല്ലടാ, കേക്കേ ഉള്ളൂ. കുറച്ച് കട്ടൻ കാപ്പി കൂടി ഉണ്ടാക്കാം. ആണോ? നമ്മൾ കഴിച്ചിട്ടല്ലേ വന്ന മോനെ, അതുകൊണ്ടല്ലേ ഞാൻ ഒന്നും ഉണ്ടാക്കാൻ. സന്തോഷത്തോടെ പറയാനുള്ള ഒരു കാര്യം, നന്ദിയോടെ പറയാൻ എനിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ പണിക്കാരൻ എന്ന നമ്മുടെ എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഇരുന്ന് ഈ 2025 26 കടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ശുഭമുഹൂർത്തത്തിൽ പങ്കാളിയായിട്ട് ഇവിടെ ഈ ഒരു തീയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കാഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പണിക്കാരനോട് ഞാൻ അത്രയും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് എൻ്റെ പണിക്കാരൻ്റെ കൂടെ എൻ്റെ മാഹിക്കാരൻ്റെ കൂടെയും ഞാൻ ഇവിടെ വന്ന് പങ്കാളിയായിട്ട് അത് പറഞ്ഞില്ലേ മതി, സമയം പോണ്. പിന്നെ വലിച്ചു നീട്ടി അത് സോറി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സുഹൃത്തുക്കളെ, സ്നേഹം ആശംസകൾ ഞാൻ നേരുന്നു എല്ലാവർക്കും. എൻ്റെ വീഡിയോ പുതിയൊരു വർഷം നേരുന്നു. വർഷം നേരുന്നു. അടി
ഓക്കെ താങ്ക് യു. നമുക്കേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കുക. നിങ്ങളെ പരിപാടി കഴിഞ്ഞാ ഒരു കാപ്പി അതെ കാപ്പി എപ്പം റെഡിയാക്കുന്നുണ്ട്. ആ നിങ്ങളവിടെ റെഡിയാക്കിയാ? ഞാൻ വെള്ളം ചൂടാക്കുന്നുണ്ട്. ആ ഓക്കെ, ഞാനിന്നിവിടെ ചൂടാക്കാനുള്ള സെറ്റപ്പിലാണ്. കുഴപ്പമില്ല. ആ മതി, ബാ ബാ ബാ. എന്തിലൊഴിച്ചിട്ടാണ്? കപ്പില്. ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ. ഇല്ല, അതിനിത് ഇനി ഉപഹാരങ്ങളൊന്നുകൂടി പറയാണ്ടല്ലോ. നന്ദി നമസ്കാരം ഉപഹാരം പറയാണ്ടേ. ഇതുകൂടി വെക്കാല്ലേ. കത്തിരിലെല്ലാം ചൂടാവും, നല്ല കനൽ. ഹലോ. ആ വാ വാ വാ, ഇരിക്കും. എന്തായി അവിടെ ഞാൻ ബർഗർ കഴിച്ചു. ആ അതാ നിങ്ങൾ കഴിച്ചല്ലോ അല്ലേ? അല്ല കഴിച്ചല്ലോ. ബട്ടർ കാണുന്നില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതെ, ചീസ് വണ്ടിയിൽ വെച്ച് പറഞ്ഞു. അല്ലല്ല, ചീസ് വണ്ടിയിൽ വെച്ച് പറഞ്ഞു ഇങ്ങോട്ടേക്ക് കയറുമ്പോ. അപ്പൊ എനിക്ക് തിരിച്ചു പോയി എടുക്കലൊന്നും പറ്റില്ലല്ലോ. ഇത് കേക്ക് അത് ഞാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു കേക്ക്. എന്നിട്ടായി പോയി. അതെ, അത് കുഴപ്പമില്ല. ആ ഇത് കുഴപ്പമില്ല. അല്ല ഇപ്പൊ എടുക്കാനായിട്ടില്ല, ഇവിടെ വെച്ചാൽ മതി. ആ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഇയാൾ എടുത്താൻ കൊടുക്കണേ. എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം. അത് കുഴപ്പമില്ല, നിങ്ങൾ തിന്നോളിയില്ലേ. നമുക്ക് ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കാം. അതല്ലേ വണ്ടിയിലാന്നുള്ള പറഞ്ഞപ്പോ. പിന്നെ അപ്പൊ മറ്റേ ഇന്നസെന്റ് പറഞ്ഞ മാതിരി ഞാൻ കപ്പും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. സമയമായില്ലേ? സമയമായി. ശരിക്കും നോക്ക് സമയം നോക്ക്. സമയം 11:55. 55 ഇന്ന് എടുക്കടാ. അപ്പൊ നമ്മള് പറയുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. 31 ഡിസംബർ ആണ്. അപ്പോ 11:55 5 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോ 5 മിനിറ്റിന്റെ ഉള്ളില് നമ്മളെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ അല്ലേ, ഒരു വർഷത്തെ പിന്നെ എല്ലാ നന്മക്കുമുള്ള ആഘോഷം. അതെ, അത്രേ ഉള്ളൂ. അടുത്ത വർഷം നല്ലൊരു നന്നാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. 2025. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയൊരു ആഘോഷം അല്ലേ. അപ്പൊ ചോക്ലേറ്റ് അങ്ങോട്ട് കൊടുക്ക്, കഴിക്കട്ടെ സാറ്. ഞാൻ പറഞ്ഞെടുക്കട്ടെ. ഞങ്ങള് അപ്പൊ ഈ വർഷത്തെ ലാസ്റ്റ് അല്ലേ, ഈ ലാസ്റ്റ് മധുരം 2025 മധുരം സന്തോഷത്തോടെ കഴിക്കുകയാണ് കേട്ടോ. ഒരു മിനിറ്റ് ഉണ്ട്. ഒരു മിനിറ്റോ? ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ മറ്റേ പടക്കം എടുക്കട്ടോ. ആ ഒരു മിനിറ്റിൽ വേഗം. അപ്പോൾ അങ്ങനെ നമ്മൾ 2025 നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടി ആഘോഷിച്ച് തീർക്കുകയാണ്. 2026 ഇതാ പടക്കം. എന്താ ഒന്നും മതിടാ. കത്തി